മഞ്ജുഷ്. ശരി, ശ്രീ പണിക്കർ, അങ്ങനെയാണോ താങ്കളും കാണുന്നത്? ഇപ്പോൾ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ പരാമർശം തിരുത്തി. അദ്ദേഹം ദിലീപിനെ ആദ്യം അനുകൂലിച്ചു, പക്ഷെ അവിടെ അതിജീവിതയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ പിന്നീട് ഞാൻ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയേണ്ടി വന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഒരു തിരുത്തൽ അവിടെ വേണ്ടി വന്നിട്ടുണ്ട്. നേതാക്കൾ അതിനിടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു രണ്ട് വശത്ത് നിന്നും ഇപ്പോൾ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം അവസാനിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യം കിട്ടി എങ്കിൽ പോലും കോൺഗ്രസിന് ഒരു തരത്തിലും മാങ്കൂട്ടത്തിൽ അവിടെ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തുന്നത് പോലും പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേ സമയത്ത് തന്നെയാണ് അടൂർ പ്രകാശിൻ്റെ ഈ നിലപാടും വന്നിരിക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പോലും കൃത്യമല്ല എന്ന് സൂചിപ്പിക്കുന്നതല്ലേ ഇത്? വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം മഞ്ജുഷ്. ഇതിൽ ദിലീപിനെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ പിന്തുണച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു മഹാപാതകമാണെന്നൊന്നും കരുതുന്നയാളല്ല ഞാൻ. എന്ത് കാരണത്താലായാലും അവിടെ പരാതിക്കാരിയായിട്ടുള്ള അതിജീവിതയായിട്ടുള്ള സ്ത്രീക്കെതിരെ ഒരു തരത്തിലുമുള്ള മോശമായിട്ടുള്ള പരാമർശം നടത്താനായിട്ട് പാടില്ല. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം നടത്തിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിച്ചതിൽ ഇത് കണ്ടിട്ടുമില്ല. പിന്നെ കേട്ടിട്ട് വരാം പണിക്കർ. എനിക്ക് അത് അതിജീവിതയെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്നലെ രാവിലെ ആദ്യം അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണം ഈ വിഷയത്തിൽ അതൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി. ദിലീപിനെ വേട്ടയാടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥക്കെതിരെ ദിലീപ് ഞാൻ പറഞ്ഞത് ഒരു അതിപ്പോ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ആണ് കുറെ പോലീസുകാരുടെ പിന്നെ എന്താ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ്. അതിപ്പോ ഞാൻ അല്ല അതിന്. പക്ഷെ ആ അറസ്റ്റ് സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ല, അത് ഇപ്പോ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ അതിന്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി. സർക്കാർ അപ്പീൽ പോകുന്ന സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോകുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. ഇതായിരുന്നു അടൂർ പ്രകാശിന്റെ ആദ്യ പ്രതികരണം. ഇതേക്കുറിച്ച് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണവും വന്നിരുന്നു ഇന്നലെ. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടി കേൾക്കാം. അടൂർ പ്രകാശിനെ തിരുത്തിക്കൊണ്ടാണത്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും. നമ്മൾ ആദ്യം മുതൽ സ്വീകരിച്ചത് അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം 5-6 പേരെ പ്രതികളായി അവരെ ശിക്ഷിക്കാൻ പോവല്ലേ, പ്രതികളാക്കി അവരെ ശിക്ഷിക്കാൻ പോവല്ലേ. പിന്നെ അതിൻ്റെ മുഴുവൻ ജഡ്ജ്മെന്റ് വായിക്കാതെ നമുക്ക് നിഗമനത്തിനെത്താൻ കഴിയില്ല. നിങ്ങൾക്കും എത്താൻ കഴിയില്ല, എനിക്കും എത്താൻ കഴിയില്ല. ഏതായാലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നതിന് തടയാൻ കഴിയുന്ന ഒരു നടപടിയായി ഇത് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ നേതാക്കൾ പ്രതികരിച്ചിരുന്നു. അതിനുശേഷം അടൂർ പ്രകാശ് തന്റെ നിലപാട് തിരുത്തുകയും ചെയ്തു. കൂടുതൽ വ്യക്തത അദ്ദേഹം നൽകുകയും ചെയ്തു. ആ ഒരു പ്രതികരണം കൂടി കേൾക്കാം. തന്നെയാണ് കോൺഗ്രസ് UDFും എന്ന് തന്നെ അത് വ്യക്തമാക്കി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ച അവസരത്തിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞു. ഇപ്പോൾ അപ്പീല് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് തീരുമാനിക്കണം. അപ്പീല് പോകുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വെറുതെ ഒരു കള്ളക്കളി നടക്കുകയാണ്. അപ്പീല് പോയി ആ അപ്പീലിനകത്ത് നീതി കിട്ടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഈ പറയുന്ന നമ്മുടെ അതിജീവിതകൾക്ക് നീതി കിട്ടുന്നുണ്ടോ? ഇപ്പോൾ അവർക്ക് കുറേ ആളുകളെ അവർ ശിക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ ദിലീപിനെ ഒഴിവാക്കി. അതേക്കുറിച്ച് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അപ്പീൽ പോയിട്ട് എന്താണെന്നുള്ള ആ തീരുമാനം അപ്പോൾ വരട്ടെ, അന്നേരം മറുപടി പറയാം. ഇതായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. ശ്രീ പണിക്കർ, ഇതിൽ വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും അടൂർ പ്രകാശിനും ഒക്കെ ഒരേ സമീപനം എന്ന രീതിയിലാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് CPMും LDF നേതാക്കളും ഒക്കെ പറയുന്നത്. അങ്ങനെ ആരോപിക്കാൻ ഉള്ള എന്തെങ്കിലും കാര്യം അദ്ദേഹം പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ അദ്ദേഹം പറഞ്ഞതിൽ ശരിയല്ലാത്ത ഒരു കാര്യം, പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരു കാര്യം, അത് സർക്കാരിന് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പീൽ കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് ശരിയല്ല. കാരണം നമ്മൾ അതിജീവിതയോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ അതിജീവിതയ്ക്ക് ഈ കിട്ടിയിരിക്കുന്ന വിധിയിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തി ഇല്ല എങ്കിൽ
നിശ്ചയമായിട്ടും അവർക്കതിന് അപ്പീൽ കൊടുക്കാനുള്ള എല്ലാവിധ അവകാശവുമുണ്ട്. അതുകൊണ്ട് അതിന് പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുത്ത് അവരെ സഹായിക്കേണ്ടതാണ്. പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ സർക്കാരാണ്. അപ്പോൾ അത് സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു നടപടിയാണ്. അതല്ലാതെ സർക്കാരിന് വേറെ ജോലി ഇല്ലാതിരിക്കുമ്പോഴല്ല സർക്കാർ സാധാരണ അപ്പീൽ കൊടുക്കാറുള്ളത്. വേണമെങ്കിൽ മറ്റു രീതിയിൽ അദ്ദേഹത്തിന് സർക്കാരിനെ ബ്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. എങ്ങനെ? അതായത് ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരുന്ന ഈ വിഷയത്തിലെ ഒരു കോൺസ്പിറേറ്റർ ഉണ്ട്, അത് ദിലീപായിരുന്നു. ആ ദിലീപിനെതിരെ കൃത്യമായിട്ടുള്ള രേഖകൾ ഒന്നും തന്നെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതിനും അവർ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളൊന്നും തന്നെ കൃത്യമായി തെളിയിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും നടത്തുന്നതിനും പോലീസോ പ്രോസിക്യൂഷനോ സർക്കാരോ ശ്രമിച്ചില്ല എന്നോ അല്ലെങ്കിൽ ശ്രമിച്ചു പരാജയപ്പെട്ടു, അത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്ന് പറഞ്ഞ് സർക്കാർ വിമർശനമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാമായിരുന്നു. പക്ഷേ ലീഗലായിട്ട് നിങ്ങളുടെ മുന്നിലുള്ള ഒരു അവന്യൂ ആണ് ഒരു വിധി. നിങ്ങൾക്കതിൽ പ്രിയമില്ല എങ്കിൽ അപ്പീൽ കൊടുക്കാനുള്ള ഒരു അവകാശം, അതൊരു റൈറ്റാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന റൈറ്റ് അല്ല, അതിൽ കക്ഷികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു റൈറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു അപ്പീലിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അതിന് പോകാനുള്ള എല്ലാവിധ സഹായവും സർക്കാർ ചെയ്യും എന്ന് പറയുമ്പോൾ മന്ത്രി ശ്രീ രാജീവ് അടക്കമുള്ള ആൾക്കാർ, അദ്ദേഹം നിയമമന്ത്രിയാണല്ലോ, അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ അത് പറയുമ്പോൾ അത് സർക്കാരിന് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് ആ പ്രതിഭാഗത്ത് അല്ലെങ്കിൽ വാദിഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഞാനതിൽ കാണുന്ന ഒരേ ഒരു പ്രശ്നം അത് മാത്രമാണ്. അതല്ലാതെ ദിലീപിനെ പിന്തുണച്ച് സംസാരിക്കാൻ കഴിയില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ദിലീപ് ഇപ്പോൾ കുറ്റവാളിയല്ല. ദിലീപ് അക്യൂസ്ഡ് ആയിരുന്നു, ആരോപിതനായിരുന്നു, പ്രതിയായിരുന്നു. അവിടെ നിന്ന് ദിലീപ് ഇപ്പോ വെറുതെ വിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെ. അപ്പൊ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ തിരുത്തിച്ചു. നിലപാടിൽ സംശയം തോന്നുന്നുണ്ട്. കോൺഗ്രസിന് വ്യക്തമായ നിലപാടെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ല, കോൺഗ്രസിന് ആ വിഷയത്തിൽ എന്താണ് നിലപാടെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നത് KPCCയുടെ അധ്യക്ഷനൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ നല്ലത്. പക്ഷേ ഇവിടെ അദ്ദേഹം ശ്രീ അടൂർ പ്രകാശിന്റെ പ്രസ്താവനയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോരായ്മ, അദ്ദേഹം സർക്കാരിന് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പീലിന് പോകുന്നത് എന്ന് പറഞ്ഞത് അതിൽ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയെയും പ്രോസിക്യൂഷനെ മൊത്തത്തിലും സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആൾക്കാരെ മുഴുവനും അപമാനിക്കുന്നതിന് തുല്യമാണ്. ദിലീപിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരിക്കലും അതിജീവിതയായിട്ടുള്ള ആളിനെ അപമാനിക്കേണ്ടുന്ന ആവശ്യമില്ല. അതിന്റെ പേരിൽ സർക്കാരിനോട് പൊളിറ്റിക്കൽ സ്കോർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടുന്ന കാര്യമില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതുപോലെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നില്ല അടൂർ പ്രകാശ് അല്ലേ? അല്ല, അത് ദിലീപിന്റെ കാര്യത്തിൽ, അതായത് ദിലീപ് നിരപരാധിയാണ് എന്ന് അദ്ദേഹം പറയുന്ന കാര്യത്തിൽ അത് നിരപരാധിയാണെന്ന് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള എവിഡൻസ് ആണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിജീവിതയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പരാമർശം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പറയാം എന്താ, രാഹുൽ ഈശ്വർ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിലല്ല, രാഹുൽ ഈശ്വർ എന്ത് കേസിലാണോ ഇപ്പൊ അകത്ത് കിടക്കുന്നത്, അതായത് ഒരു അതിജീവിതയെ അപമാനിച്ചു എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ നിലയ്ക്ക് പൂർണ്ണമായിട്ടും അത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ്. ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആൾക്കാരെ വെട്ടിലാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതല്ലാതെ അതിന്റെ ആദ്യ ഭാഗത്തിൽ ഞാൻ പ്രശ്നമൊന്നും കാണുന്നില്ല. പക്ഷെ രണ്ടാമത്തെ ഭാഗം ശരിയല്ല, ധാർമ്മികമായിട്ടും ശരിയല്ല, പൊളിറ്റിക്കലിയും ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ റജി